ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കടയാണ് കേട്ടോ. നമ്മുടെ പ്രസിദ്ധമായ കാട്ടാക്കടയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു. രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അധികം രാവിലെ അല്ല, ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് നമ്മുടെ സജിനെ എടുത്തു. സജിൻ്റെ വീട് മലയങ്കീഴാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ ഓയിൽ വന്ന് പെട്രോളൊക്കെ 2 വണ്ടിയിലും ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി നേരെ തെന്മല റൂട്ട് പിടിക്കുകയാണ്. തെന്മല റൂട്ട് കയറി ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് നേരെ അച്ചൻകോവിൽ പോകും. അപ്പോൾ അതുവരെയുള്ള പ്ലാൻ എൻ്റെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങോട്ട് പോകണമെന്നൊരു പിടിയില്ല. അതൊക്കെ ഇനി അവിടെ ചെന്നിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. ചെന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ. അടുത്ത ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ പെട്രോളും കാര്യങ്ങളൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും തീരാവുന്ന അവസ്ഥയാണിപ്പം നമ്മുടെ യുദ്ധം കാരണം. ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ ചെയ്യേണ്ടതാണ്. സമയം ഇപ്പോൾ 8:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. ഇതാണ് ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ് കേട്ടോ. കാട്ടാക്കട ബസ് പോകുന്നുണ്ടോ. അപ്പോൾ ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, നല്ല തിരക്കുണ്ട്. ഇഷ്ടം പോലെ വണ്ടികളാണ് റോഡിൽ. ഞാൻ വിചാരിച്ചിരുന്ന അവധി ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നും കാണത്തില്ലെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നമുക്ക് ചെറിയ രീതിക്ക് എന്തെങ്കിലും ചായയോ കടിയോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഒരു ചെറിയ പുലിയെങ്കിലും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. വാൽപ്പാറ പോയിട്ടോ ഒന്നും കാണാൻ പറ്റിയില്ല. അച്ചൻകോവിലെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ കുട്ടിയാനെങ്കിലും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ചേട്ടാ 2 ചായ. ഗായ്സ്, നമുക്ക് അച്ചൻകോവിൽ വരെ 122 കിലോമീറ്ററാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോയി പാലോട് വഴി കുളത്തൂപ്പുഴ കയറി നമ്മൾ നമ്മുടെ തെന്മല റൂട്ട് കയറി ചെങ്കോട്ട ചെന്നിട്ട് അവിടുന്ന് തിരിഞ്ഞ് നമ്മൾ അച്ചൻകോവിലിന് പോകും. 3 മണിക്കൂർ എടുക്കുമെന്നാണ് കാണിക്കണേ. ഒരു ആഞ്ഞ് പിടിച്ച ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് അങ്ങ് എത്താം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞു. നമുക്കിനി നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ വെളുപ്പിനെ ഇറങ്ങിയാലും അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്നൊന്നും കിടത്തി വിടണമെന്നില്ല. അവിടെ എനിക്ക് തോന്നുന്നു 8 മണി 8:30 ഒക്കെ കഴിഞ്ഞാലേ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് മോളോട് കയറ്റി വിടത്തുള്ളൂ. നമ്മുടെ ഇപ്പോൾ തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റാണ് ആദ്യം കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ 6ാമത്തെ സർവീസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നും ഇല്ലായിരുന്നു. വണ്ടിയുടെ ബ്രേക്ക് പാഡൊക്കെ ഒന്ന് മാറി, കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നായിരുന്നു. ബാക്കിയെല്ലാം ജനറലായിരുന്നു കേട്ടോ. ഓയിൽ ചേഞ്ചും അങ്ങനെ ഫിൽട്ടർ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കൂടെ 3500 രൂപയായി. ആകെ വന്ന ചിലവെന്ന് പറയുന്നത് ഈ ബ്രേക്ക് പാഡിൻ്റെയാണ്. അത് അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. 600 രൂപയ്ക്കകത്ത് എന്തോ ആയിരുന്നു ബ്രേക്ക് പാഡ്. ഫ്രണ്ട് എനിക്ക് തോന്നുന്നു 3000 കിലോമീറ്ററും കൂടെ ഓടുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ടിനാണ് റേറ്റ് കൂടുതൽ കേട്ടോ. 1000 സംതിങ് എന്തോ റേറ്റ് വരുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്ക് പാഡിന്. വണ്ടി ഇപ്പോൾ നല്ല സ്മൂത്തായി. ആ സർവീസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെയിനൊക്കെ ലൂബ് ചെയ്ത് എല്ലാം പക്കയാക്കിയാണ് അവർ തന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ RTX കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും സജിനും ഇവിടെ. ടെസ്റ്റ് ഡ്രൈവിന് ഇപ്പോഴും വണ്ടി അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. കാരണം ഒക്ടോബർ തൊട്ടുള്ള ബുക്കിംഗ് ഉള്ളവർക്കാണ് ഇപ്പം പ്രയോറിറ്റി അനുസരിച്ച് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വണ്ടി എല്ലാം കസ്റ്റമറിന് പോവുകയാണ്. ഒന്നുപോലും ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കിട്ടുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു ടോപ്പും ഒരു ബേസ് വേരിയൻ്റ് ഇരിപ്പുണ്ടായിരുന്നു. രണ്ടിലും കയറിയിരുന്നു. അത്യാവശ്യം നല്ലൊരു കമാൻഡിങ് പൊസിഷനാണ് കേട്ടോ അതിൽ. സീറ്റിംഗ് പോസ്റ്റർ എന്ന് പറഞ്ഞത് ടെസ്റ്റ് ഡ്രൈവ് വരുമ്പോൾ എന്തായാലും അവർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വണ്ടി അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ കണ്ട റിവ്യൂസിലെല്ലാം ആൾക്കാർ പറയുന്നത് വണ്ടി അടിപൊളിയാണെന്നാണ്. ഇതിലുണ്ടായിരുന്ന അത്ര വൈബ്രേഷൻ അതിലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കേട്ടറിവിനേക്കാൾ വലുതാണല്ലോ നമുക്ക് സ്വയം അനുഭവിച്ചറിയുമ്പോഴുള്ള ഇത്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അധികം റിവ്യൂയിലോട്ട് പോകാതിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഷോറൂമിൽ പോയി അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. എങ്കിലല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അല്ലാതെ വേറൊരാൾ പറഞ്ഞിട്ട് ആ വണ്ടി കൊള്ളാമോ കൊള്ളൂലെന്ന് നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? അതുകൊണ്ട് നിങ്ങൾക്കൊരു വണ്ടി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് അടുത്തുള്ള ഷോറൂമിൽ പോവുക, ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക, വണ്ടി ഇഷ്ടപ്പെട്ടാൽ എടുക്കുക. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ട് നമ്മളൊരിക്കലും ഒരു ഡിസിഷൻ എടുക്കാൻ പോകരുത് കേട്ടോ. അത് ഏത് കാര്യത്തിനാണെങ്കിലും, വണ്ടി എടുക്കാനാണെങ്കിലും ശരി, വേറെ ഏത് കാര്യത്തിലാണെങ്കിലും ശരി, അഭിപ്രായം ചോദിക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ മൈൻഡ് എന്താണോ പറയുന്നത് അതേ നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭാവിയിൽ നമുക്ക് ആരെയും എന്താ പറയുക, നമ്മൾ തന്നെ ആണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതും, നമ്മൾ തന്നെയാണ് അതൊക്കെ സഹിക്കേണ്ടതും. അതുകൊണ്ട് നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത് അത്രയ്ക്കും വാല്യുബിൾ ആയിട്ട് നമ്മൾ കണക്കാക്കണം. എന്തായാലും ഒരു 1-2 മാസത്തിനുള്ളിൽ RTX അവൈലബിൾ ആയി തുടങ്ങുമെന്നാണ് പറയുന്നത് ടെസ്റ്റ് ഡ്രൈവിന്. അപ്പോൾ ഞാനൊരു അപ്ഗ്രേഡ് എന്നുള്ള രീതിക്കല്ല RTX നോക്കുന്നത്. അപ്ഗ്രേഡ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ RTR ഉപയോഗിച്ചിട്ട് RTXലോട്ട് പോകുന്നത് ഒരിക്കലും ഒരു അപ്ഗ്രേഡ് അല്ല. നേരെ മറിച്ചൊരു കംഫർട്ട് എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ നോക്കുന്നത്. കാരണം നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനും ബാക്കി ഇലക്ട്രോണിക്സ് സംഭവങ്ങളെല്ലാം ഉള്ള ഒരു വണ്ടി ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ ആ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ RTXലോട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹം വെച്ചിരിക്കുന്നത്. അതൊട്ടും ഉറപ്പില്ല കേട്ടോ. അത് 50-50 നിൽക്കുകയാണ്. വണ്ടി ഓടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോവുള്ളൂ. ഞാൻ ഇത്രയും ട്രിപ്പ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, നമുക്കൊരു ADV ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട്
ഒരു ഓൾ ഇന്ത്യ ഒക്കെ ചുമ്മാ ചെയ്തിട്ട് വരാം കേട്ടോ. ഇതിലും പറ്റില്ലെന്നല്ല, ഇതിലും പറ്റും. എനിക്കിപ്പോൾ ഇതിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ട്, മൈൻഡ് സെറ്റും ഉണ്ട്. നേരെ മറിച്ച് നമുക്കൊരു ADV ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലെടുക്കുന്ന ബ്രേക്ക് ഇപ്പോൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ്. നമ്മൾ ആ ലോങ് ട്രിപ്പിൽ ഏകദേശം ഒരു 10-15 ബ്രേക്ക് എടുക്കുമെങ്കിൽ അതിൽ ഏകദേശം അതിൻ്റെ പകുതിയോളം മതിയാവും. അതൊക്കെയാണൊരു ADV അഡ്വഞ്ചർ ടൂററിൻ്റെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് സൈഡെന്ന് പറയാനായിട്ട്. എൻ്റെ മനസ്സിൽ 3-4 വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒന്ന് RTX ആണ്, അതുപോലെ നമ്മുടെ V-Storm 250 ഉണ്ട്, പിന്നെ നമ്മുടെ ഹോണ്ടയുടെ തന്നെ ഹോർണറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് പവറാണ് കേട്ടോ. 3 ടൺ CC ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനേക്കാളും കുറഞ്ഞൊരു CCയിലോട്ട് പോകാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. മാത്രമല്ല നമ്മളിപ്പോൾ നോക്കുന്ന വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ വിലയാണ്. ഞാൻ ഹോണ്ടയുടെ NX 500 നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരിക്കലും ഒരു വാല്യൂ ഫോർ മണി അല്ല. കാരണം 8-9 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട് നമുക്ക് ഓൺ റോഡ് മാത്രമായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടികൾക്കുള്ള ഫീച്ചേഴ്സ് പോലും നമ്മുടെ 500-നില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, അത്യാവശ്യം സർവീസ് ഓക്കെ ആയിരിക്കണം. ഇപ്പം ഓൾ ഇന്ത്യ അടിക്കണം എന്ന് തോന്നിയാലും നമുക്ക് സർവീസിന് ഒരു മുട്ടും വരരുത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേ ചെയ്യാൻ പറ്റുന്നത് റോയൽ എൻഫീൽഡ് തന്നെയാണ് കേട്ടോ. ഇന്ത്യ ഫുള്ള് അവർക്കൊരു എന്താ പറയുക, നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. പലയിടത്തും പല അഭിപ്രായങ്ങളുള്ളവർ കാണും. പോസിറ്റീവ് റിവ്യൂ പറയുന്നത് കാണും, നെഗറ്റീവ് റിവ്യൂ പറയുന്നത് കാണും. നമ്മളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡാണ് കേട്ടോ. അതുപോലെ KTM അത്യാവശ്യം ഓക്കെയാണ് സർവീസിൻ്റെ കാര്യത്തിലും സർവീസ് നെറ്റ്വർക്കത്തിൻ്റെ കാര്യത്തിലും. TVSൻ്റെ കാര്യം ഞാൻ നോക്കുകയാണെങ്കിൽ അത് എന്തുമാത്രം നമുക്ക് റിലേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം TVSൻ്റെ ചില ഷോറൂമുകളിൽ മാത്രമേ നമ്മുടെ RTX-ഉം RTR-ഉം ഒക്കെ സർവീസ് ചെയ്യത്തുള്ളൂ. ടെക്നീഷ്യൻസൊക്കെ തീരെ കുറവാണ്. ഒരു ഷോറൂമിൽ തന്നെ ഒന്ന് മാക്സിമം 2 അത്രയേ ഉള്ളൂ ടെക്നീഷ്യൻസൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വീണ്ടും ഒരു TVS-ലോട്ട് പോകണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന വണ്ടി എക്സ്പൾസ് 2 ടൺ ആണ്. ഹീറോ ആണെങ്കിലും അവരൊരു കംപ്ലയിൻറ്റ് റേസ് ചെയ്താൽ തന്നെ അവരത് പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി തരും. നമ്മുടെ സജിന് ഒരു എക്സ്പൾസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നമുക്ക് പിന്നെ ട്രയംഫിൻ്റെ വണ്ടികളോട്ടൊന്നും നോക്കാൻ ഉള്ള ത്രാണിയില്ല. കാരണം വണ്ടികൾക്ക് തന്നെ ഒടുക്കത്തെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. ആകെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് സ്ക്രാംബ്ലറൊക്കെയാണ്. അതാണെങ്കിൽ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയും ചെയ്യുന്നു. അതിനിപ്പോൾ 350 cc ഇനി അതിറങ്ങുള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും 3G ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് വണ്ടി എടുക്കാനുള്ളൊരു മോഹം. ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നതാണ് കേട്ടോ അധികം സ്പീഡ് എടുക്കാതെ. കാരണം നമുക്കിപ്പം സംസാരിക്കുകയും ഇതും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡ് മാറരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ അധികം സ്പീഡ് എടുക്കാത്തത്. സംസാരിക്കുകയും വേണം, വണ്ടി ഓടിക്കുകയും വേണം. രണ്ടും കൂടെ ന്യൂട്രലായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം സ്പീഡിലൊന്നും പോകാത്തത്. അതുകൊണ്ടാണ് ഞാൻ സജിനെ എപ്പോഴും ഫ്രണ്ടിൽ കയറ്റി വിടുന്നത്. അവനങ്ങ് പോയിട്ട് എന്നെ അഥവാ ഇനി കണ്ടില്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞാൻ ഈ റൂട്ട് അധികം വന്നിട്ടില്ല കേട്ടോ. അന്ന് നമ്മൾ കൊടൈക്കനാൽ പോയിട്ട് വന്നിട്ട് ശ്രീഹരിയെ ആ വഴിക്ക് വിട്ടിട്ട് ഞാനും സജിനും കൂടെ ഈ റൂട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നത് കേട്ടോ, പാപ്പനംകോട് എൻ്റെ വീട്ടിലോട്ട്. അന്ന് ഇരുട്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഈ റോഡ് അധികം കാണാനും പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ ഇതുവഴി പ്രോപ്പറായിട്ടൊന്ന് പോകുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെ ഹമ്പുണ്ട്, എവിടെയൊക്കെ വളവുണ്ടെന്നൊന്നും ഒരു പിടിയില്ല. ഇനിയിപ്പോൾ നമ്മൾ അച്ചൻകോവിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ. അതുവരെയുള്ള പ്ലാനേ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പ്ലാനൊന്നുമല്ല, ജസ്റ്റ് അച്ചൻകോവിൽ വരെ പോവുക. അത് കഴിഞ്ഞ് നമ്മളിനി എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യചിഹ്നം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്നെങ്കിൽ വാഗമൺ അല്ലെങ്കിൽ മൂന്നാർ എന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇവിടുത്തെയൊക്കെ ചൂട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഏകദേശം ഉച്ചയാകുമ്പോഴത്തേക്കും 38-40 ഡിഗ്രിയൊക്കെ ആവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ഒരു മോചനം എന്നുള്ള രീതിക്ക് ഏതെങ്കിലും ഒരു തണുത്ത സ്ഥലത്ത് പോകാം എന്നുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയൊക്കെ തണുപ്പുണ്ടോ ഇല്ലയെന്നൊന്നും അറിഞ്ഞൂടാ. എങ്കിലും ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ മിക്കവാറും വാഗമൺ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ലോങ് ജേണി എന്ന് പറയുന്നത് വരാനിരിക്കുന്നത് വയനാടാണ് കേട്ടോ. അത് ഏപ്രിൽ ആ ഒരു ഫസ്റ്റ് വീക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് എന്തോ പേരറിയാത്ത കുറേ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. നമ്മുടെ ഈ കൊടൈക്കനാലൊക്കെ ചെല്ലുമ്പം യുക്കാലി മരങ്ങളൊക്കെ നിൽക്കത്തില്ലേ, ഇവിടെയൊക്കെ മരങ്ങളൊക്കെ വെട്ടി ഒതുക്കുവാണ് കേട്ടോ. ദൂരെ നമുക്കൊരു പാറ കാണാം കണ്ടോ. ഒരു ഇങ്ങേറ്റത്തെ പാറ ഇപ്പോൾ വീഴുമെന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഈ സമയത്തൊന്ന് യാത്ര ചെയ്യാൻ തോന്നാത്തത് മെയിൻ കാരണം ഈ വരണ്ട് നിൽക്കുന്ന ഈ കാലാവസ്ഥ കാരണമാണ് കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പോകാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രേരണ കിട്ടിയാണ്. ഇതിപ്പം നമുക്കിപ്പോൾ എവിടെ ചെന്നാലും ഒരുമാതിരി കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മീൻചേട്ടൻ ഹോണടിച്ചങ്ങ് തള്ളുന്നുണ്ട്. പണ്ടത്തെ പോപ്പമാണെങ്കിൽ മീൻകാരൻ വരുമ്പോൾ അറിയാൻ പറ്റും. ഇതിപ്പം ഏതോ വാപ്പിളി ഹോണടിച്ച് പോകുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. ഇതേ അന്യം നിന്ന് പോകാൻ പോകുന്ന സാധനം. അയ്യോ, ഗ്യാസ് കുറ്റികൾ.
ഇങ്ങനെയൊക്കെ പോയാൽ ഇനിയിപ്പോൾ ആൾക്കാർ ഇതൊക്കെ അടിച്ചു മാറ്റാൻ തുടങ്ങും, വണ്ടി ഹൈജാക്ക് ചെയ്യും. ഓ നൈസ്. അച്ചൻകോവിൽ പോകുന്ന ആ റൂട്ടിൽ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ അരുവികളൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടത് കേട്ടോ. ആനയും പുലിയും കരിമ്പുലിയും ഒക്കെ ഉള്ള ഒരു തിക്ക് ഫോറസ്റ്റാണ് നമ്മുടെ അച്ചൻകോവിൽ റൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ശബരിമല ഭാഗമൊക്കെ ആയിട്ട് വരും ഇത്. കുറച്ച് കെയർഫുള്ളായിട്ട് പോകേണ്ട ഒരു റൂട്ടാണ് നമ്മുടെ അച്ചൻകോവിൽ റൂട്ട്. അപ്പോൾ അച്ചൻകോവിലോട്ട് പോകാൻ ആഗ്രഹമുള്ളവർ ഒരിക്കലും ഒറ്റയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കരുത്. മാക്സിമം 2 പേര് എങ്കിലും വേണം. എന്താ പറയുക, എങ്കിലേ നമുക്കൊരു സേഫ്റ്റി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ആ റോഡിൽ വെച്ച് വണ്ടിക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ വഴിയിലായാൽ തന്നെ നമ്മൾ പിന്നെ ഒറ്റയ്ക്കേ കാണുള്ളൂ. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ പോകുമ്പം എന്തായാലും 1-2 പേരായിട്ട് പോകാൻ ശ്രമിക്കുക. അത് രണ്ട് വണ്ടിയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഒരു വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് മറ്റേ വണ്ടിയിൽ തിരിച്ചു വരാമല്ലോ. തമിഴ്നാട് നിന്ന് കയറി കേരളത്തിൻ്റെ ഇപ്പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് ഏകദേശം 35 കിലോമീറ്ററോളം ഉണ്ട്. അതും ഡെൻസ് ആയിട്ടുള്ളൊരു കാട്ടിക്കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത്രയ്ക്കും കെയർഫുള്ളായിട്ട് പോകേണ്ട ഒരു റോഡാണ് നമ്മുടെ അച്ചൻകോവിൽ റോഡ്. കേരളത്തിലെ തന്നെ നമ്മുടെ വാൽപ്പാറ റൂട്ട് പോലെ തന്നെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള റൂട്ടാണ് ഈ അച്ചൻകോവിൽ റൂട്ട്. മാക്സിമം കാറിൽ പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളെ പോലുള്ള പ്രാന്തന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം എന്തോ എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരവരുടെ സേഫ്റ്റി അവരവരുടെ കയ്യിലാണെന്നുള്ള ഒരു ബോധം വേണം. മൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾക്ക് പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. അധികം സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അവരുടെ ടെറിട്ടറിയിലോട്ടല്ലേ കയറി പോകുന്നത്. അപ്പോൾ അവർക്കൊരു ശല്യം ഉണ്ടാവാത്ത രീതിക്ക് വേണം നമുക്ക് അതുവഴി പോകാനായിട്ട്, അല്ലെങ്കിൽ അവർ നമ്മളെ ശല്യപ്പെടുത്തും. അപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആനകളെയാണ്. പിന്നെ ഉള്ളത് കടുവ, കരിമ്പുലി, അങ്ങനത്തെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗമൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല തണലൊക്കെ ഉള്ള റൂട്ടാണ്. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അച്ചൻകോവിൽ. ഞാൻ അവിടുത്തെ ഒരു ഐതിഹ്യം ഞാൻ കേട്ടറിഞ്ഞത്, അപ്പോൾ അവിടെ ഉള്ളവരെ പാമ്പ് കടിച്ച് അവർ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. അവിടെ നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുന്ന് പ്രസാദമൊക്കെ കൊടുത്ത് എന്തൊക്കെയോ ചെയ്യുമ്പോൾ ആ വിഷം ഇറങ്ങി പോകുന്നതാണ് അവരുടെ ആ ഒരു വിശ്വാസം. അങ്ങനെ കുറേ പേരുണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു വന്നവർ. അപ്പോൾ അതൊക്കെ അവരുടെ ഓരോരോ വിശ്വാസങ്ങളാണ്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് അവിടെ കുടികൊള്ളുന്നത് കേട്ടോ. സോ ഗൈസ്, നമ്മൾ തെന്മല റൂട്ടിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ്. ബോർഡ് വെച്ചിട്ടുണ്ട്. തെന്മലയ്ക്ക് ഇനി 41 കിലോമീറ്റർ ആണ് കേട്ടോ. ചെങ്കോട്ടയ്ക്ക് 70 കിലോമീറ്റർ ഉണ്ട്. മഴ സമയത്തൊക്കെ ഈ റൂട്ടൊക്കെ വന്ന അടിപൊളിയാണ് കേട്ടോ. അയ്യോ, പച്ചപ്പൊക്കെ ഇങ്ങനെ നല്ല കിട്ടില്ലമായിട്ട് നിൽക്കും. പണ്ട് ഞാൻ ഈ വഴി വന്ന സമയത്ത് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എന്നെ പൊക്കിയിട്ടും ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ഭാഗ്യത്തിന് ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും വണ്ടിയുടെ പേപ്പറെല്ലാം ഓക്കെ ആയതുകൊണ്ടും അന്ന് വെറുതെ വിട്ടു. ഇന്നിപ്പോൾ പൊക്കുവാണെങ്കിൽ എന്തായാലും ക്യാമറ കാണും, നല്ലൊരു ഫൈൻ അടിച്ച് കിട്ടും. പുതിയൊരു നിയമം ഞാൻ കേട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽമെറ്റിൽ ഇനി ബ്ലൂടൂത്തും വെക്കാൻ സ്കോപ്പില്ല. കാരണം അതിനൊരു നിയമം വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെച്ച് അവർ എങ്ങാനും കണ്ട് പൊക്കുകയാണെങ്കിൽ അതിനും ഫൈൻ കിട്ടും. ഇൻ്റർകോമില്ലേ ആ സംഭവം, അവർ പറയുന്നത് നമ്മൾ ഹെൽമെറ്റിൽ കൂടെ സംസാരിച്ച് വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകുന്നതാണ്. എങ്കിൽ പിന്നെ കാർ ഓടിച്ച് സംസാരിക്കുമ്പോഴും ശ്രദ്ധ പോകൂലേ. ഒരു നിയമം വരുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അല്ലാതെ ഒരു കാറ്റഗറിക്ക് മാത്രം ഒരു നിയമം അങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കൊണ്ടുവരുന്നെങ്കിൽ കാറിലും വെക്കരുത് എന്നുള്ള നിയമം വരണം. ഞാനും കാർ ഉപയോഗിക്കുന്ന ആളാണ്. കാറിൽ വയർലെസ് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അതിലില്ലാത്ത എന്താണ് ഹെൽമെറ്റിൽ കൂടെ സംസാരിക്കുമ്പോൾ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം രണ്ടും ഒരേ ഇതല്ലേ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ. സമയം 9:15 കേട്ടോ. വീണ്ടും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു വാഴക്കപ്പത്തിനും ഒരു ചായയിലുമാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫ്രെയിം കണ്ടോ, കിട്ടില്ല ഇലയല്ലേ, ലൈറ്റ് ഗ്രീൻ കളർ. കുളത്തൂപ്പുഴയ്ക്കുള്ള ബസ്സാണ് കേട്ടോ. KSRTC ബസ്സാണ് ഈ പോകുന്നത്. ചിപ്പിൻചിറ പാലം, ഈ പാലത്തിൻ്റെ പേരാണ് കേട്ടോ, ചിപ്പിൻചിറ പാലം. ചെറിയ രീതിക്ക് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. നമുക്കിനി 2 മണിക്കൂറും കൂടെ ഉണ്ട് കേട്ടോ. സോ ഗൈസ്, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇതായി ചെറിയ കടയിൽ നിർത്തിയതാണ് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഇനി അങ്ങോട്ട് ഹോട്ടലോ ഒന്നും കാണുമെന്നൊരു ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. ഇനി നമുക്ക് ഇതിൽ കുറച്ച് നേരം കാണാം. എങ്ങനെയുണ്ട്? നൈസല്ലേ? നമ്മുടെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഈ സൈഡിലാണ് കേട്ടോ. ഇതാ അവിടെ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. അത് അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലോടെത്തി. നമുക്ക്
ഇങ്ങനെ ചൂട് കൂടി വരുന്നത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ഓരോ സമയം കഴിയും തോറും ജാക്കറ്റിൻ്റെ ഉള്ളിലൂടെ അത്യാവശ്യം കാറ്റ് കയറുന്നതുകൊണ്ട് വിയർക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അകത്തിരുന്ന് പുഴുങ്ങിയാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും വേർത്ത് കുളിക്കും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മൂവിങ് ആയതുകൊണ്ടാണ് അധികം അറിയാത്തത്. കുറേ നേരം പിറകെ ഉണ്ടായിരുന്നു. ആ എങ്ങോട്ടാ? ഞങ്ങൾ അച്ചൻകോവിൽ. ബ്രോ എങ്ങോട്ടാ? ഞാൻ പൂനെയിലോട്ടാ. പുനലൂരോ? ആ പൂനെ. ആ അതെ ഞാൻ പോയിട്ടോ. പുള്ളിക്കാരൻ പൂനെക്ക് പോകണം കേട്ടോ. വഴിക്കൊരു ഹോട്ടൽ കണ്ടോ കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാലോ. ആ തുറന്നിരിപ്പുണ്ട്, കുഴപ്പമില്ല. ഹോട്ടൽ കൊള്ളാം കേട്ടോ. ഇവിടെ നമുക്ക് പാർക്കിങ്ങും ഉണ്ട്. സാധനങ്ങൾ അകത്തോട്ട് എടുക്കേണ്ട കാര്യമില്ല. 20 minutes later. സോ ഗൈസ് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. പൊറോട്ടയും ഗ്രീൻ പീസ് വരുന്നു. തിരിച്ചാ വെയിലത്തോട്ട് ഇറങ്ങിയപ്പോഴേ അയ്യോ തീജ്വാലയിലോട്ട് ഇറങ്ങിയ പോലെയുണ്ട്. നമ്മളങ്ങനെ ഓടി കുളത്തൂപ്പുഴ എത്തി കേട്ടോ. നമ്മുടെ വലത്തോട്ട് കാണുന്ന റോഡാണ് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലേക്കുള്ള വഴി. ഇത് നമ്മുടെ ഡാമിൻ്റെ പരിസരമാണ് കേട്ടോ. സാഡൽ ഡാം. അങ്ങനെ നമ്മൾ വല സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഡാമിൻ്റെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. നല്ല രീതിക്ക് വെള്ളമുണ്ട് കേട്ടോ. കല്ലട ഡാം, തെന്മല. ഈ പിന്നെ പോയേക്കാം. അവിടെയാണ് കേട്ടോ എൻ്റെ എൻട്രൻസ് ഒക്കെ വരുന്നത്. ലോറികൾ വരിയായിട്ട് കയറിപ്പോകും. അതിൻ്റെ പുറകെ നമ്മളും മന്ദം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ തെന്മല ടൗണിലോട്ട് കയറുവാണ് കേട്ടോ. മലകളൊക്കെ വരണ്ടുണങ്ങി നിൽക്കുക. ഇടത്തോട്ട് പോയാൽ ശബരിമല റൂട്ടാണ് കേട്ടോ. കോട്ടയം ആ ഭാഗത്തോട്ടൊക്കെ പോകുന്നത് ഇടത്തോട്ടാണ്. നമ്മൾ നേരെ ആര്യങ്കാവ് ഭാഗത്തോട്ട് പോവാണ്. നമ്മുടെ ഇടത് സൈഡിലാണ് നമ്മുടെ തെന്മല റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ബോർഡ് കണ്ടോ? അപ്പോൾ ഇടത് സൈഡിൽ കൂടെയാണ് നമ്മുടെ കൊല്ലം ചെങ്കോട്ട റെയിൽപാത പോകുന്നത്. നിങ്ങൾക്ക് ഞാനൊരു കിടിലൻ ട്രെയിൻ ജേണി പറഞ്ഞു തരട്ടെ. നമ്മുടെ മൺസൂൺ സമയത്ത് നമ്മുടെ കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലോട്ടൊന്ന് പോയി നോക്കണം കേട്ടോ. ട്രെയിനിൽ കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ മഴ സമയത്തൊന്ന് പോയി നോക്കണം. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. കിട്ടില്ലായിരുന്നു കേട്ടോ. ആ മലയൊക്കെ കയറി തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയൊക്കെ ഭംഗിയാക്കി ഇങ്ങനെ ആസ്വദിച്ച് ഇതുപോലത്തെ ഓരോരോ പാലങ്ങളൊക്കെ കയറി പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ ഓരോരോ മായാജാലങ്ങൾ നമുക്ക് കണ്ടിങ്ങനെ പോവാം. ഈ പോകുന്ന വഴിക്കാണ് 13 കലറ പാലമൊക്കെ വരുന്നത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണ് കേട്ടോ ഈ 13 കലറ പാലം. ഇതുണ്ടോ റെയിൽവേ ബ്രിഡ്ജ് പോകുന്നതുണ്ടോ? ഇതിപ്പോൾ ഒരു തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത തുരങ്കത്തിലോട്ട് പോവാണ്. ഇത് കണ്ടോ കുന്നും മലയൊക്കെ ഉണങ്ങി വരണ്ടിരിക്കുന്നതുണ്ടോ? അയ്യോ ഇതുമാതിരി മരുഭൂമിയിലെത്തിയ ഫീലായി. നമ്മുടെ ദൂരെ കാണുന്നതാണ് കേട്ടോ 13 കലറ പാലം. പക്ഷെ മഴ സമയത്താണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല പച്ചപ്പായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതാ ഉണങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിർത്തി ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പണ്ട് വന്നപ്പോൾ സമയത്തൊക്കെ. അപ്പോൾ ഇതുവഴി ട്രെയിനിൽ പോകാത്തവരെന്തായാലും ഒന്ന് ട്രെയിൻ ജേണി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടില്ലായിരിക്കും. ഇപ്പം മണ്ണ് ടെസ്റ്റ് ചെയ്തേനെ സ്കിഡായി. നമ്മുടെ ഇടത് സൈഡിൽ കാണുന്ന ആ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, കഴുത്തുരുട്ടി എന്ന് പറഞ്ഞേ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൃത്യം 100 കിലോമീറ്റർ ആയി കേട്ടോ. അതുകൊണ്ട് ഒരു കൽമണ്ഡപം കണ്ടോ. നമ്മൾ ഈ റൈറ്റിലോട്ട് കാണുന്ന റോഡാണ് നമ്മുടെ റോസ്മലയിലോട്ടൊക്കെയുള്ള വഴി. നമ്മൾ റോസ്മല വ്ളോഗൊക്കെ കണ്ടവർക്കറിയാം നമ്മൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്. ദൂരെ പാറയൊക്കെ നിൽക്കുന്നതാണ് നല്ല രസമുണ്ടല്ലേ. റൈറ്റ് സൈഡിലൊക്കെ കിടിലം വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു പച്ചപ്പ് കാണാൻ സാധിക്കുന്നില്ല. സോ ഗൈസ് അങ്ങനെ നമ്മളിതാ കേരളത്തോട് വിട പറയാൻ പോവുകയാണ്. നമ്മൾ ഒഫീഷ്യലി തമിഴ് പസങ്ങളായി. വെൽക്കം ടു തമിഴ്നാട് ബോർഡുണ്ട് കേട്ടോ അവിടെ. നമ്മളിതാ ഇവിടെ നിന്നൊരു എസ് ഷേപ്ഡ് കർവ് എടുത്താണ് നമ്മൾ ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ പരന്ന സ്ഥലമാണ് അങ്ങോട്ട്. ഇനിയിപ്പോൾ വേറെ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ചെങ്കോട്ടയ്ക്ക് ഇനി 12 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ചെങ്കോട്ടയായി. നമുക്ക് ഇവിടുന്ന് പെട്രോൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോകാം. നമുക്കിനിതാ ഇതുപോലുള്ള കൃഷിയിടങ്ങൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടോ. ആഹാ, ഞാൻ പമ്പിലൊന്ന് കയറിയിടാം. 3 കട്ട കുറഞ്ഞ ഫുൾ ടാങ്ക് ആക്കി. ഇനി 35 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അച്ചൻകോവിൽ. ഒരു 6-7 കിലോമീറ്ററും കൂടെ പോയാൽ നമ്മുടെ ചെങ്കോട്ട എത്തും. അവിടെ നിന്നാണ് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് പോകേണ്ടത്. മേക്കര എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. തമിഴ്നാട് കയറിയപ്പം ചൂട് ഡബിളായി. നമ്മൾ സ്ഥിരം ഈ റൂട്ട് പോകുമ്പം ഈ ഭാഗത്താണ് നിർത്താറുള്ളത്. അവിടെ സൺസെറ്റാണ് ആ ഭാഗത്ത്.
സൺസെറ്റ് കാണാനായിട്ട് എല്ലാവരും വണ്ടി ഒതുക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. പിന്നെ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ നൊങ്കും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ സീസൺ എല്ലാം തോന്നുന്നു, അല്ലെങ്കിൽ കുറേ പേര് ഇങ്ങനെ വണ്ടിയിൽ അതും കൊണ്ട് നടക്കുന്ന കാണാം. അതായത് ചേട്ടൻ പോകണം കേട്ടോ. പക്ഷേ റേറ്റൊക്കെ നേരത്തെ ചോദിച്ചിട്ട് വേണം ഇവരോട് വാങ്ങിച്ച് കുടിക്കാനായിട്ട്, അല്ലെങ്കിൽ കത്ത് റേറ്റ് പറയും. അങ്ങനെ നമ്മൾ ചെങ്കോട്ട എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് തിരിയാനുള്ളത്. അച്ചൻകോവിൽ 30 കിലോമീറ്റർ ഉണ്ടോ കേട്ടോ ഇനി. ഇത് കണ്ടോ, ഗോതമ്പാണ് കേട്ടോ. ഗോതമ്പ് കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ചാക്കിനകത്താക്കുന്ന പരിപാടിയാണ്. ഇതാണ് നമ്മുടെ കൊല്ലം ചെങ്കോട്ട റെയിൽപാത. നമുക്ക് മാപ്പ് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും, അത് ഇംഗ്ലീഷ് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കി പോവാം. അച്ചൻകോവിൽ ഇങ്ങോട്ടാണ് കേട്ടോ. ഇനി 28 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. തമിഴ്നാട്ടിൽ കയറി ഇനിയിപ്പോൾ അവരുടെ ദേശീയ സംഭവമായ ഹമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ 6-മത്തെയോ 7-മത്തെയോ എന്തോ ആണ് കേട്ടോ. നമുക്ക് ആ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത്. 22 കിലോമീറ്റർ. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കണ്ടോ, കിടിലായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ പോയാൽ വടകര എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. തമിഴ്നാട്ടിലെ വടകര എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ആ ഒരു ഫ്രെയിം നോക്ക്, നമുക്ക് നടുക്കൂടെ പോവാം. രണ്ട് സൈഡിലും നല്ല മരങ്ങൾ നോക്ക്. ആഹാ, നല്ല ഭീമാകാരമായ കുറേ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ ഇങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ എന്ത് നല്ല തണലുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ഇതിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ മേക്കര എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നും കാണാൻ മഴയില്ലാത്തതുകൊണ്ട്. ഹൈവേ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനത്തെ റോഡുകളിലൂടെ വണ്ടി ഓടിക്കാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്താ ഒരു സമാധാനം നോക്കി ഇതിൽ പോകുമ്പോൾ. ആ ഒരു കാടും പച്ചപ്പും ഒക്കെ കണ്ട് അധികം വണ്ടികളൊന്നും ഇല്ലാതെ ഒരു സാമാന്യം ഒരു തരക്കേടില്ലാത്ത സ്പീഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളും, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് പ്രദേശമൊക്കെ ഒരു കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സാണ് കേട്ടോ ഫ്രണ്ടിൽ കാണുന്നത്. അതിൻ്റെ അപ്പുറമാണ് നമ്മുടെ കേരളം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട് കയറിയിട്ട് വീണ്ടും കേരളത്തിലോട്ട് തന്നെ കയറും. വയലാണ് കേട്ടോ, വയൽ. ഇതാണ് ഞാൻ പറഞ്ഞ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇതിലാണ് അത് ഇങ്ങോട്ട് പോകേണ്ടത്. അടവിനയനാർ ഡാം എന്ന് പറയുന്നൊരു ഡാമുണ്ട് കേട്ടോ ഇവിടെ. അങ്ങോട്ട് പോയാലോ? പക്ഷേ സജിനങ്ങ് പോയി. ഒന്ന് വിളിച്ചു നോക്കാം. ഞാനൊരു 10 മിനിറ്റായിട്ട് അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ റേഞ്ച് ഇല്ല ഗൈസ്. പക്ഷെ അവൻ എന്നെ കാണാത്തതുകൊണ്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് ആ ഡാമും കാര്യങ്ങളൊക്കെ വരുന്നത്. അടവിനയനാർ ഡാം. നമുക്ക് അതുകൂടെ കണ്ടിട്ട് മോളോട് കയറി പോകും. ഫുൾ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ, കുറേ പോത്തുകൾ ഇന്ന് മേയുന്നുണ്ട്. ഹായ്, ഇച്ചിരി മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കാണാമായിരുന്നു. ഓ, നമ്മൾ ഈ പാലക്കാടൊക്കെ പോയിട്ട് ആ ഒരു വയലിൻ്റെ നടുക്കൂടെയുള്ള ആ റോഡിൽ കൂടെ ഒക്കെ പോകില്ലേ, ആ ഒരു ഫീലല്ലേ. ആലാണെന്ന് തോന്നുന്നു കണ്ടോ, ഇലയൊക്കെ പൊഴിച്ച് നിൽക്കുന്നുണ്ടോ. അത്രയ്ക്ക് വേനലാണ് ഇവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് തോന്നുന്നത്. വഴിയിലൊക്കെ കൊണ്ട് സിമെൻറ്റും മണ്ണും ഒക്കെ ഇറക്കിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ പറ്റൂലേ. അവിടുന്ന് ആ ട്രാക്ടറും മണ്ണുമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പോകാൻ വേറെ വഴിയില്ല. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ വലിയ ഗർത്തവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു പാലം പണിയാണ്. താൽക്കാലിക വഴിയാണ് കേട്ടോ ഇത്. ഈ ബമ്പുകളെ കൊണ്ട് വലിയ ശല്യമാണ് കേട്ടോ. നമ്മളങ്ങനെ ഡാമിൻ്റെ താഴോട്ട് എത്തി കേട്ടോ. ഇതാണ് ആ ഡാം. എനിക്കൊന്ന് ഇത് ഓവർ സ്പില്ലിങ് ഡാമാണ് കേട്ടോ. അവിടെ നിറയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിറഞ്ഞ് ഇങ്ങോട്ട് ഒഴുകുന്ന ഡാമാണത്. ഇവിടുത്തെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക്. ഓഹോ, കൊള്ളാലേ. അവിടുത്തെ ആട്ടിൻകുട്ടികളെ കുളിപ്പിക്കുന്നതുണ്ടോ. അതേ കുളിച്ച് കഴിഞ്ഞിട്ട് പുല്ല് മേയാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പൊന്ന്, എന്തൊരു ഹൈറ്റ് അല്ലേ ഡാമിന്.
ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. അവിടേക്കുള്ള തിരക്കാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടേ തിരിച്ചു വരാം. ഓ അത് നോക്ക്, ആ റൈറ്റ് സൈഡിൽ ഫുൾ നെൽപ്പാടങ്ങളാണ് കേട്ടോ. അത് കിട്ടില്ല വ്യൂ അല്ലേ. ഇതേ അങ്ങ് ദൂരെ കണ്ടോ, തിരുമല കോവിലാണെന്ന് തോന്നുന്നു കേട്ടോ. അത് നമ്മുടെ പുഷ്പയൊക്കെ ഷൂട്ട് ചെയ്ത അമ്പലമില്ലേ, ആ അമ്പലമാണ് കാണുന്നത്. തിരുമലക്കോവിൽ, മുരുകൻ തിരുമലക്കോവിൽ. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ വെയിലുള്ളതുകൊണ്ടാണ്. വൈകുന്നേരമൊക്കെ വന്ന് ഇവിടെ ഇരിക്കാനായിട്ട് നല്ല രസമായിരിക്കും. നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം. അപ്പോൾ ഗൈസ് ആ കാണുന്ന ആ കുന്ന് കണ്ടോ, അതാണ് നമ്മുടെ തിരുമലക്കോവിൽ അമ്പലം വരുന്നത് കേട്ടോ. നമ്മുടെ പുഷ്പയും സിനിമയൊക്കെ ഷൂട്ട് ചെയ്തില്ലേ. ഈ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ, കൊയ്യാറായി നിൽക്കുകയാണ്. എല്ലാം നല്ല ഇളം മഞ്ഞ കളറിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? നന്നായില്ലേ? നേരത്തെ വിട്ടു പോയവനാണ്. പച്ചപ്പ് കാണുമ്പോഴേ ഭയങ്കര ഭംഗിയല്ലേ. അതെ, നമ്മുടെ കേരളം തമിഴ്നാട് എന്നുള്ളൊരു ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് കുളിക്കാം, പക്ഷെ വെള്ളം വലിയ പണമില്ല. പായലൊക്കെ പിടിച്ച് വരാം. കുളിച്ചു വിടുന്ന വെള്ളം. അതെ, നമ്മൾ വരുന്ന വഴിക്ക് ഒരു 10-15 പേര് കുളിക്കുന്ന കേട്ടോ പല സ്പോട്ടിലായിട്ട്. അപ്പോൾ ആ വെള്ളമാണ് ഈ വരുന്നത്. തുണി കഴിയുമ്പോൾ അതെ, ഇവിടെ അവിടെ കുളിച്ച ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. നമ്മളിവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്. ഈ ചൂടത്ത് ഈ ഉടുപ്പില്ലാതെ പോണ ചേട്ടനെ സമ്മതിക്കണം കേട്ടോ. ഞാനൊക്കെയാണ് അവിടെ തലറങ്ങി വീണാണ്. സമയം 12 മണിയായി. അങ്ങോട്ട് പോകാൻ പാടാ കേട്ടോ, കാറ് പോകാൻ പാടാ. ആ ഇനി നമുക്ക് ഇങ്ങോട്ട് കയറി പോവാം. ചെങ്കോവിൽ കയറുന്നതിന് മുമ്പ് ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാടും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഈ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. ഇതാണോ ചെക്ക് പോസ്റ്റ്? മേക്കര ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് എന്ന് തോന്നുന്നു. പക്ഷേ വലിയ ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, പക്ഷേ കൈയൊന്നും കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു ഈ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കണം. രാവിലെ വൈകിട്ടൊക്കെ ആണെങ്കിൽ കൈ കാണിക്കുമായിരിക്കും. വൈകിട്ട് ഏകദേശം 5 മണി വരെ എങ്ങാണ്ട് ഇങ്ങോട്ട് വണ്ടി കിടത്തി വിടുകയുള്ളൂ കേട്ടോ. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുംബൈ മുരുകൻ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിൻ്റെ സൈസൊക്കെ ഇതാ കുറഞ്ഞു തുടങ്ങി കേട്ടോ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്രാലം മെയിൻ ഫോൾസ്, തമിഴന്മാരുടെ സ്ഥിരം കുളിസ്ഥലമാണ് കേട്ടോ. ഇത് ഫുൾ അലമ്പാണ് അവിടെ. ഞാൻ പണ്ടവിടെ പോയിട്ടുണ്ട്. അയ്യോ, ഇത്രയും കച്ചറ പിടിച്ചൊരു സ്ഥലം വേറെ ഇല്ല. ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ് കുട്രാലം. ഗായ്സ്, അങ്ങനെ നമ്മൾ കാട്ടിലോട്ട് കയറി തുടങ്ങി. ബോർഡൊക്കെ കണ്ടു തുടങ്ങി. ആന, പുലി, അങ്ങനത്തെ എല്ലാത്തിൻ്റെയും ബോർഡ് കണ്ടു തുടങ്ങി. ആ കാട്ടിലേക്ക് കയറിയപ്പോൾ ഉള്ള ഒരു ആംബിയൻസ് കണ്ടോ. ചൂട് കുറഞ്ഞു, അത്യാവശ്യം ചെറിയൊരു തണുപ്പ് വരുന്നുണ്ട്. മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി. കുറേ നേരം ഭയങ്കര ആ ഒരു എന്താ പറയുക, ഒരു പ്രഷർ കുക്കറിനകത്ത് ഇരിക്കുന്ന പോലെയായിരുന്നു. ഇപ്പം അത്യാവശ്യം മനസ്സൊക്കെ ഒന്ന് തണുത്തു. ഇതേ കണ്ടില്ല എന്ന് പറയല്. അത് കണ്ടോ, എലിഫൻറ്റ് ക്രോസിങ്. താഴോട്ട് വലിയ കൊക്കയാണ് കേട്ടോ. അയ്യോ, നമ്മൾ കണ്ടായിരുന്നു. അത് നല്ല താഴ്ചയുണ്ട് താഴോട്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ മുകളിലോട്ട് വെച്ചിരിക്കുന്ന കാണാം കേട്ടോ. എനിക്ക് വന്ന് ട്രൈബൽ ആൾക്കാരുടെ വീട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ആയിരിക്കണം അങ്ങോട്ട്. ഇതാണ് ആനത്താര എന്ന് പറഞ്ഞ സ്ഥലം. ആനകളെ സൂക്ഷിക്കുക, ഹോൺ മുഴക്കരുത്, പ്രകോപിപ്പിക്കരുത്, ആനകളുടെ സഞ്ചാരപാതയിൽ തടസ്സം സൃഷ്ടിക്കരുത്. അധികം ബഹളമില്ലാതെ പോകണം, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഇത് കണ്ടോ, വലിയ വലിയ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ടോ. കുറേയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്, അല്ലാതെ മറിഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട്. നമ്മൾ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് ഇങ്ങ് വന്നപ്പോഴത്തേക്കും റോഡൊക്കെ ടാർ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ വെള്ളമൊന്നും ഇല്ലാതെ എല്ലാം വരണ്ട ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ വിശ്രമ കേന്ദ്രമാണെന്ന് തോന്നുന്നു. വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു, പക്ഷെ തുറന്നിട്ടിട്ടില്ല. രാവിലെയൊക്കെ വന്നാൽ എന്തായാലും മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ കൂടെ ചെറിയ തോടൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. പക്ഷെ വെള്ളം ചെറിയ രീതിക്കേ ഉള്ളൂ. ഇവിടെയൊക്കെ നിന്നൊക്കെ ആയിരിക്കണം ആനൊക്കെ വെള്ളം കുടിക്കുന്നത്. ഫോറസ്റ്റുകാരുടെ ജീപ്പും കാര്യങ്ങളൊക്കെ പോകുന്ന കേട്ടോ. ഇവിടെ വണ്ടി നിർത്തിയാൽ സീനാകുമെന്ന് തോന്നുന്നു കേട്ടോ. അവർ വന്ന് ചീത്ത വിളിക്കും.
ഇതെന്താ ഇത്, കുംഭ ഉരുട്ടി വാട്ടർഫോൾസ്. പക്ഷെ അടച്ചിട്ടേക്കാണ് കേട്ടോ, വെള്ളമില്ലല്ലോ, പിന്നെ തുറന്നു വെച്ചിട്ടും കാര്യമില്ല. അതെ, അവിടെ ആ ഭാഗത്താണ് കുംഭ ഉരുട്ടി വാട്ടർഫോൾസ് വരുന്നത്. ഇത് ഇവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. കുംഭ ഉരുട്ടി കഫറ്റീരിയ ഒക്കെ ഉണ്ട് ഇവിടെ. ഫോറസ്റ്റ് സ്റ്റേഷനാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 36-37 ഡിഗ്രി ചൂടെങ്കിലും ഉണ്ട് ഇപ്പം. ഇവിടെ ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ഒക്കെ കിട്ടേണ്ടതാണ്, പക്ഷേ കിട്ടും. നമ്മളീ പോയ മൺസൂണിൽ പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മളിപ്പോൾ സമ്മറിലാണ് പോയേക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ആ വാൽപ്പാറയും ഈ റൂട്ടും എല്ലാം ഒന്ന് മഴയത്ത് വരണം. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇതെന്താ ഒരു വണ്ടിയൊക്കെ തിരിക്കുന്നത്? ഇതിവിടുത്തെ ഒരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. ഭയങ്കര സൈലൻസാണ് ഇവിടെ. ആ ഒരു കാറ്റ് വീശുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ, പിന്നെ കുറേ കിളികൾ ചലിക്കുന്ന സൗണ്ടും. മഴ സമയത്തൊക്കെ ഇവിടെയൊക്കെ എന്താ കവിഞ്ഞൊഴുകുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് ഇത് കണ്ടോ, തടികളൊക്കെ വന്ന് അടിഞ്ഞേക്കുന്നത് കണ്ടോ. നല്ല കുത്തൊഴുക്കുള്ള സ്ഥലമാണിത്. നിർഭാഗ്യവശാൽ നമുക്ക് ഈ വെള്ളം മാത്രമേ കാണാൻ കിട്ടിയുള്ളൂ. നമ്മളിപ്പോൾ നിന്നില്ലേ, അതുപോലത്തെ ഒരു സ്പോട്ടാണ് കേട്ടോ ഇതും. ഇവിടെ പഴയ ഉണങ്ങിയ ചാണകമൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം കുറച്ചുകൂടെ വെള്ളമുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, എല്ലാം നിൽക്കുന്നുണ്ടോ, ഒരുമാതിരി മരുഭൂമി കൂടെ പോകണ ഫീലായപ്പോൾ. എല്ലാ ഇല ഒഴിച്ചൊക്കെ നിൽക്കുക. ഇതിൻ്റെ ഇടയിലൊക്കെ ആനയൊക്കെ നിന്നിരുന്നെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് സേഫായിട്ട് കാണുമെങ്കിലും ചെയ്യാറുണ്ട്. നമ്മുടെ കല്ലാറൊക്കെ പോലെ ഉണ്ടല്ലേ, അധികം വെള്ളമൊന്നുമില്ല. അതായത് നടുക്കൂടെ കുറച്ച് ഒഴുകുന്നുണ്ടേ ഉള്ളൂ. ഈ സൈഡിൽ നമുക്ക് പുതിയ പുതിയ തേക്കിൻ തൈകളൊക്കെ നട്ടു പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. പുതിയ തൈകളാണ്, അതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. ഒരു സമയത്ത് ഇവിടെയൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അത് വീണ്ടും നട്ടു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആ മരമൊക്കെ നിൽക്കുന്നതുണ്ടോ, എന്നാ വണ്ണമാണെന്ന് നോക്കിയതിനൊക്കെ. എത്ര വർഷത്തെ പഴക്കം കാണും ആ മരത്തിനൊക്കെ. അതുകൊണ്ട് ആൾക്കാർ ചൂണ്ടയിടുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ പണ്ടൊരു പാലം പോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നെന്ന് തോന്നി, ഈ പൈപ്പൊക്കെ കൊണ്ടുപോകാനായിട്ട്. അത് തകർന്ന് കിടക്കുന്നതാണ് കേട്ടോ, ഇതിൻ്റെ അവശിഷ്ടങ്ങളാണത്. ഇത് ആ കാണുന്നതായിരുന്നു പഴയ റോഡ് കേട്ടോ. ഇത് പുതിയ റോഡാണ്. ആ മരത്തിൻ്റെ ഒക്കെ അടിപ്പ് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നില്ലേ. ഒരു ആദ്യമുണ്ട്, ഹോളുണ്ട്. അതിൻ്റെ അകത്ത് ആ കമ്പ് വെച്ച് കുത്തി ഇറങ്ങി കൊടുക്കും. അതിൻ്റെ അകത്താണ് ഈ നെടുമീനും പിന്നെ ആറിലെന്നൊക്കെ പറയണേ പാമ്പ് പോലെ. ഓ, നീളമുള്ളതാ. ഞാൻ വിചാരിച്ച പാറക്കിടയിൽ മീനിൻ്റെ വയറ്റിലോട്ട് കുത്തിയിട്ട് പിടിക്കണം. ഏകദേശം അവരുടെ ഇരിക്കുന്നത് വാൾച്ചൂണ്ടയാണ് കേട്ടോ. അതിൻ്റെ അറ്റത്ത് ഇരയിട്ടിട്ട് ഗ്യാപ്പിനകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അത് ഒന്ന് എടുക്കുമായിരിക്കും അല്ലേ. നല്ല സമയം എടുക്കൂടാ, നമുക്ക് പോകാമെങ്കിൽ. ആ നമ്പർ കൊടുക്കാം, എടുക്കുമ്പോൾ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ. നമ്മൾ മീൻ പിടിക്കുന്നത് നോക്കി നിന്നാൽ നമ്മളവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. നല്ല സമയം എടുക്കും, നല്ല ക്ഷമയും വേണം. ആ മരം നിൽക്കുന്നത് നോക്കി നല്ല രസമുണ്ടല്ലേ ആ മരം കാണാനായിട്ട്. ക്രിസ്മസ് ട്രീ പോലെ ഉണ്ട്. എന്താ ഇവിടെയൊക്കെ നമുക്ക് വാട്ടർ ക്രോസിങ് കിട്ടേണ്ടതാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ ഓരോ ആൾക്കാരുടെ വീട് കാണാം കേട്ടോ. ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഡോർമെറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ഓഹോ, പബ്ലിക്കിന് ഓപ്പൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതോ ആ മുകളിൽ കാണുന്ന സ്കൂളാണ് കേട്ടോ. ഇവിടുത്തെ സ്കൂളാണ്, ഇവിടുത്തെ ആൾക്കാരുടെ പിള്ളേരൊക്കെ പഠിക്കുന്ന സ്കൂളാണെന്ന് തോന്നുന്നു. ഇത് ചെറിയൊരു എന്താ പറയുക, ഒരു ഗ്രാമമാണിത്. അധികം ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കടകളോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല. നമുക്ക് എന്തെങ്കിലും വെള്ളമോ ആഹാരമോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കയറുന്നതിന് മുമ്പേ വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ. അതാ ഈ ഹോട്ടൽ വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. കഴിക്കുന്ന എങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നും കിട്ടൂലായിരിക്കും, കഴിക്കാം. മൂകാംബിക ഹോട്ടലിൻ്റെ പേരാണ് കേട്ടോ, മൂകാംബിക. ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാം. ഊണാണേലും മതി. ആ 20 minutes later. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല കിടില ഊണായിരുന്നു. ഒരു ഊണിന് 80 രൂപയുള്ളൂ അല്ലേ. 2 ഊണും ഒരു ചിക്കൻ കറിയും വാങ്ങിച്ചു. കിടിലം ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന അച്ചൻകോവിലാണ് കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ നമ്മുടെ അമ്പലം കാര്യങ്ങളൊക്കെ എത്തി. എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. ഏകദേശം 2 കുപ്പി വെള്ളം ഞങ്ങളവിടെ ഇരുന്ന് കുടിച്ച് തീർത്തു. സോ ഗൈസ്, അങ്ങനെ നമ്മളിതാ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതാണ് നമ്മുടെ അച്ചൻകോവിൽ.